RG സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് NDSC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ജിയോഗ്രഫിയിലെ ഒരു പ്രധാന ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും 5 മുതൽ 7 മാർക്ക് വരെ ജിയോഗ്രഫി സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. ഒരു പാഠത്തിൽ നിന്ന് 2018 7 മാർക്ക് ചോദ്യമാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചത്. അതുപോലെ മറ്റ് 2017 4 മാർക്ക്, 2016 5 മാർക്ക്, അങ്ങനെ 2019 3 മാർക്ക്. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ്. നമുക്കറിയാം NDSC സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. ഡിസംബറിലാണ് എക്സാം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ തീവ്ര പരിശീലനം നേടേണ്ട സമയമാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ പാഠഭാഗങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 35ഓളം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗമാണ്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഇത് 2018 NDSC സ്കോളർഷിപ്പിന് ചോദിച്ച ചോദ്യമാണ്. നെയിം ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫേം സ്റ്റാർട്ടഡ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ജർമ്മനി ഇൻ ഇന്ത്യ. ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്നാണ്. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഭിലായി, ബൊക്കാറോ, റൂർക്കല, ദുർഗാപൂർ. ഇതിൽ റൂർക്കലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഇരുമ്പുരുക്ക് വ്യവസായശാലയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും തുടർച്ചയായി ചോദ്യങ്ങൾ വരാറുണ്ട്. നോക്കുക, 2017 അതിന് സമാനമായ മറ്റൊരു ചോദ്യം നോക്കുക. എ സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വിത്ത് ദ കൊളാബറേഷൻ ഓഫ് UK. UK സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് എന്നാണ് ചോദ്യം. അവിടെ നോക്കുക, ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, റൂർക്കല സ്റ്റീൽ പ്ലാന്റ്, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ഏതാണ് UK? അതായത് UK സഹായത്തോടെ, ബ്രിട്ടൻ്റെ സഹായത്തോടെ ഉള്ളത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ആണ്. ബ്രിട്ടൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇത്തരത്തിൽ 4 സ്റ്റീൽ പ്ലാന്റുകൾ, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. നോക്കുക, ഇതിൽ കൃത്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യം എല്ലാ വർഷവും NDSC സ്കോളർഷിപ്പിന് ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിലും SSLC പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണിത്. ശ്രദ്ധിക്കുക, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ജാംഷഡ്പൂരാണ്, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ചിലപ്പോൾ ചോദിച്ചേക്കാം, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഏത്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്, ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? അപ്പോൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഈ ടിസ്കോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം ചോദിക്കുക. ടിസ്കോ, ഈ ഷോർട്ട് ഫോം ഒന്ന് ഓർത്തിരിക്കണം, ടിസ്കോ. അത് ജാംഷഡ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നോക്കുക, ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ 3 സ്ഥലത്തായിട്ടാണിത്. കുൾട്ടിയിലും ബരൺപൂരും ഹിരാപൂർ. കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ. ഈ സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ചോദ്യം? ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതെന്ന് ചോദ്യം. അപ്പോൾ അവിടെ 3 സ്ഥലത്താണ്, വെസ്റ്റ് ബംഗാളിൽ കുൾട്ടിയിലും ബരൺപൂരിലും ഹിരാപൂരിലും. അടുത്തത് നോക്കുക, ഏറ്റവും ചോദ്യകർത്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് SSLC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. കാരണം നമ്മളൊരു ദക്ഷിണേന്ത്യക്കാരനാണല്ലോ. ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. ഇത് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഭദ്രാവതിയിൽ. അടുത്തത് 4 വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. NDSCയിൽ ചോദിക്കുന്നത് ഇനിയുള്ള 4 പലപ്പോഴും ചോദിച്ചിരിക്കുന്നത്. നോക്കുക, റഷ്യയുടെ സഹായത്തോടെ 1959 റഷ്യയുടെ സഹായത്തോടെയുള്ളത് ഭിലായി. റഷ്യയുടെ സഹായത്തോടെ ഭിലായി. ഇത് ഛത്തീസ്ഗഡിലാണ്, ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ജർമ്മനി. ഇതാണ് പ്രധാനം, ഇങ്ങനെ ഓർത്താൽ മതി. ജർമ്മനി in 1959 ജർമ്മനിയുടെ സഹായത്തോടെയുള്ളത് റൂർക്കലയാണ്. ജർമ്മനിയുടെ സഹായത്തോടെയുള്ളത് ഇത് ഒഡീഷയിലാണ്. മൂന്നാമത്തേത് UK സഹായത്തോടെയുള്ളത് 1962. അതേതാണ്? ദുർഗാപൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ UK. അടുത്ത് നോക്കുക, റഷ്യയുടെ സഹായത്തോടെ മറ്റൊന്ന്. റഷ്യ in 1964. റഷ്യക്ക് 2 റഷ്യയുടെ സഹായത്തോടെ ബൊക്കാറോ. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ ഭിലായിയും ബൊക്കാറോയും. BB കണ്ടോ, ബിയിൽ തുടങ്ങുന്ന റഷ്യ, BB റഷ്യ.
അപ്പോൾ റൂർക്കല ജർമ്മനി, ദുർഗാപൂർ UK, ഈ 4 എണ്ണം ഇങ്ങനെ ഓർത്തിരിക്കുക. ഇതിൻ്റെ മലയാളം വെർഷനും നൽകിയിട്ടുണ്ട്. നിങ്ങൾ മലയാളം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അതുപോലെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് കുൾട്ടി, ബെരൺപൂർ, ഹിരാപൂർ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരി അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് വർക്ക്സ്. ഇത് ഭദ്രാവതി, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് 4 എണ്ണം വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെയുള്ളതാണ്. റഷ്യയുടെ സഹായത്തോടെയുള്ളത് ഭിലായി, അതുപോലെ റൂർക്കല ജർമ്മനിയുടെ സഹായത്തോടെ, അതുപോലെ തന്നെ ദുർഗാപൂര് UK സഹായത്തോടെ. വർഷം ഓർത്തിരിക്കുക 1962. ബൊക്കാറോ ഏതാണ്? റഷ്യയുടെ സഹായത്തോടെ. ഭിലായും ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ഇൻ ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. വിച്ച് ടൈപ്പ് ഈസ് മോസ്റ്റ് ഓഫ് ദി കോൾ ഫൗണ്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ കൂടുതലായി എന്നാണ്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇനം കൽക്കരി. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇനം കൽക്കരി ഏതാണ്? ബിറ്റുമിനസ് ടൈപ്പ് കൽക്കരിയാണ്. ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിൽ പലതരം കൽക്കരി ടൈപ്പുകളുണ്ട്. അതിൽ ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ബിറ്റുമിനസ് ടൈപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Which mineral is the less energy efficient coal? എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏത്? Where is it found in India? അവ ഇന്ത്യയിൽ എവിടെ കാണുന്നു? ഏറ്റവും ഇന്ധനക്ഷമത നമ്മൾ ബിറ്റുമിനസ് ടൈപ്പാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. അപ്പോൾ ഇന്ധനക്ഷമത കുറഞ്ഞ ലെസ് എനർജി എഫിഷ്യൻ കോൾ ആണ് ലിഗ്നൈറ്റ്. ഇത് നെയ്വേലി ഇൻ തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത നോക്കുക. ലാർജസ്റ്റ് പെട്രോളിയം മൈൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ലാർജസ്റ്റ് പെട്രോളിയം മൈൻ ഇൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മുംബൈ ഹൈ, മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ്. അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Question number 7. Where did petroleum mining first start in India? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയ് ഇൻ ആസാം. അത് ശ്രദ്ധിക്കുക. ദിഗ്ബോയ് ഇൻ ആസാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇത് NDSC 2018 ചോദിച്ച ചോദ്യമാണ്. ഇത് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് പ്രൊഡ്യൂസസ് എ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മാംഗനീസ് ഉൽപാദനത്തിൽ ഇപ്പം മുഴുവൻ നമ്മൾ ഈ ധാതുക്കളെക്കുറിച്ച്, മിനറൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക. മാംഗനീസ് ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ജാർഖണ്ഡാണോ, ഒഡീഷയാണോ, ഛത്തീസ്ഗഡാണോ, വെസ്റ്റ് ബംഗാളാണോ? ഒഡീഷയാണ്. യാതൊരു സംശയമില്ല. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. അടുത്ത് നോക്കുക. Match the correct pair of the major nuclear power stations in India and the states in which they are located. ഇത് NDSC 2018 ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ, അതായത് മേജർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, ആണവോർജ്ജ നിലയങ്ങളെ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളായി ജോഡി ചേർക്കുക. ഇവിടെ ഇത് എല്ലാം തെറ്റാണ് എഴുതിയേക്കുന്നത്. ഇവിടെ താരാപൂർ തമിഴ്നാട്, നഗോറ രാജസ്ഥാൻ, കൽപ്പാക്ക ഉത്തർപ്രദേശ്, റാവത്ത് ഫട്ട് മഹാരാഷ്ട്ര എടുത്ത്. ഇതിൻ്റെ താഴെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓപ്ഷൻസ് ചർച്ച ചെയ്യുന്നില്ല. 7 ആണവോർജ്ജ നിലയങ്ങളുണ്ട്. 7 പ്രധാനപ്പെട്ട 7 മേജർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. 7 എണ്ണത്തിൽ ഇതാ താരാപൂർ എവിടെയാണ്? താരാപൂർ മഹാരാഷ്ട്ര. റാവത്ത് ഫട്ട് എവിടെയാണ്? റാവത്ത് ഫട്ട് രാജസ്ഥാൻ. ഇനി കൽപ്പാക്കം ആൻഡ് കൂടംകുളം, ഇത് നമ്മുടെ അടുത്ത സംസ്ഥാനത്താണ്. എവിടെയാണ് കൽപ്പാക്കവും കൂടംകുളവും? തമിഴ്നാട്ടിലാണ്. അടുത്ത കൈഗ കർണാടക. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കർണാടക. കക്രപ്പാറ ഗുജറാത്താണ്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് കക്രപ്പാറ. അടുത്ത നറോറ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. അപ്പോൾ ഒന്നുകൂടെ താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഫട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഇത് കൃത്യമായിട്ട് കാണാണ്ട് പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് മാഗ്നറ്റൈറ്റിൻ്റെ ശരിയായ വിശേഷണം ഏത്? ദ മേജർ ഓർ ഓഫ് മാഗ്നീസിൻ്റെ പ്രധാന അയിര്.
അതേപോലെ ഇത് ഓർ ഓഫ് അലുമിനിയം, അലുമിനിയത്തിൻ്റെ അയിര്. ഇത് ഹൈ ക്വാളിറ്റി അയൺ ഓർ, ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിര്. നൺ ഓഫ് ദി എബോവ്. ഇതിലേതായിരിക്കാം മാഗ്നറ്റൈറ്റിൻ്റെ ശരിയായ വിശേഷണം? മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? നമുക്ക് നോക്കാം. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരാണ് മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ 4 അയിരുകളുണ്ട്: മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, സിഡറൈറ്റും. അപ്പോൾ 4 നമുക്ക് നോക്കി പഠിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ളതാണ് മാഗ്നറ്റൈറ്റ്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർ. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം ഉണ്ടാകുന്നത്. ദർ ആർ 4 ടൈപ്സ് ഓഫ് അയൺ ഓർ. ഞാൻ പറഞ്ഞില്ലേ 4 തരത്തിലുള്ള അയൺ ഓർ ഉണ്ട്. നോക്കുക, മാഗ്നറ്റൈറ്റ് ഏറ്റവും ഉയർന്ന മുന്തിയ ഇനം ഇരുമ്പയിര് കിട്ടുന്നത്, ഇരുമ്പിൻ്റെ അംശമുള്ളത് മാഗ്നറ്റൈറ്റിലാണ്. രണ്ടാമത്തെ ഹേമറ്റൈറ്റ്, മൂന്നാമത്തെ ലിമോണൈറ്റ്, നാലാമത്തത് സിഡറൈറ്റ്. ഈ 4 ഇരുമ്പിൻ്റെ അയിരുകളാണ് ഉള്ളത്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ലോകത്തെ തന്നെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. അപ്പോൾ ഈ 4 ഏറ്റവും കൂടുതൽ ഇരുമ്പിൻ്റെ കണ്ടന്റ് ഉള്ളത് ഏതിലാണ്? ഏറ്റവും കൂടുതൽ ഇരുമ്പിൻ്റെ കണ്ടന്റ് ഉള്ളത് മാഗ്നറ്റൈറ്റിൽ. അത് ഒരു വർഷം അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യത്തിലേക്കും കൂടെ പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ദ ഫൈനസ്റ്റ് അയൺ ഓർ വിത്ത് മോർ ദാൻ 70% അയൺ കണ്ടന്റ് ഈസ്. 70%-ലേറെ ഇരുമ്പിൻ്റെ അംശം ഉള്ള ഉയർന്ന നിലവാരത്തിലുള്ള ഇരുമ്പയിര്. അത് ഹേമറ്റൈറ്റ് ആണോ, മാഗ്നറ്റൈറ്റ് ആണോ, ലിമോണൈറ്റ് ആണോ, സിഡറൈറ്റ് ആണോ? യാതൊരു സംശയമില്ല, ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റൈറ്റ് ഈസ് ദ ഫൈനസ്റ്റ് അയൺ ഓർ വിത്ത് എ വെരി ഹൈ കണ്ടന്റ് ഓഫ് അയൺ അപ് ടു 70%. 70%-ലധികം ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഇറ്റ് ഹാസ് എക്സലൻറ്റ് മാഗ്നറ്റിക് ക്വാളിറ്റീസ് എസ്പെഷ്യലി വാല്യുബിൾ ഇൻ ദി ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ്. ഇത് പ്രധാന ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് പ്രധാനം ഉപയോഗിക്കുന്ന ഒരു മിനറലാണ് മാഗ്നറ്റൈറ്റ്. അതിൻ്റെ തൊട്ടുപുറയിലാണ് ഹേമറ്റൈറ്റ് കാണുന്നത്. ഹേമറ്റൈറ്റ് ഓറും വളരെയധികം ഉപയോഗിക്കുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രീസ് അയൺ ഓർ ഇൻ ടേംസ് ഓഫ് ദി ക്വാണ്ടിറ്റി യൂസ്ഡ്, ബട്ട് ഹാസ് എ സ്ലൈറ്റ്ലി ലോവർ അയൺ കണ്ടന്റ് ദാൻ മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റിനേക്കാൾ കുറവാണ് ഹേമറ്റൈറ്റിൽ അയണിൻ്റെ കണ്ടന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈറ്റ്. ഞാനത് പൊതുവെ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മാഗ്നറ്റൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പിൻ്റെ അംശമുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. NDSC 2018-ലും 2016-ലും ചോദിച്ച ചോദ്യം. നമ്മുടെ പുസ്തകത്തിൽ ഇതില്ല, ഈ ചോദ്യം ഇല്ല. പക്ഷേ ഇത് 2 വർഷം തുടർച്ചയായി ചോദിച്ചു. ഇത് മണികരൻ ഇൻ ഹിമാചൽ പ്രദേശ് ഈസ് ഫേമസ് ഫോർ. ഹിമാചൽ പ്രദേശിലെ മണികരൻ എന്തിനാൽ പ്രസിദ്ധമാണ്? അത് ജിയോ തെർമൽ പ്രൊജക്റ്റ്, ഭൗമതാപോർജ്ജ പദ്ധതിയാണോ, ഓയിൽ റിഫൈനറി എണ്ണ ശുദ്ധീകരണശാലയാണോ, ലിഗ്നൈറ്റ് മൈനിങ് ലിഗ്നൈറ്റ് ഖനനമാണോ, വിൻഡ് മിൽസ് വാതോർജ്ജ നിലയമാണോ? ഏതാണ് ജിയോ തെർമൽ പ്രൊജക്റ്റ്? ഒന്നാമത്തെ ഭൗമതാപോർജ്ജ പദ്ധതി. ജിയോ തെർമൽ പ്രൊജക്ട് ഭൗമതാപോർജ്ജ പദ്ധതിയാണ് ഹിമാചൽ പ്രദേശിലെ മണികരന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അടുത്തത് നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 13. NDSC 2017 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെയ്ഡ് ഫ്രം പെട്രോളിയം? താഴെ പറയുന്നവയിൽ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാത്ത വസ്തു. പെട്രോളിയത്തിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഫൈബർ ആണോ, കൃത്രിമ നാരുകളാണോ, മൈക്ക ഇത് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണോ, അഫ്രം, വാസലിൻ, അതേപോലെ തന്നെ മറ്റൊന്ന് 4-മത്തത് കെറോസിൻ, മണ്ണെണ്ണ. നമുക്കറിയാം മണ്ണെണ്ണയൊക്കെ പെട്രോളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. വാസലിൻ അതെ, കൃത്രിമ നാരുകൾ അതെ. പിന്നെ ഏതാ ഇതിനകത്ത് ഇല്ലാത്തത്? ഏതാണ് തെറ്റ്? നമുക്ക് യാതൊരു സംശയമില്ല, അത് ഏതാണ്? അഫ്രമാണ്. നമുക്ക് നോക്കാം അതിൻ്റെ ശരിയായ ഉത്തരം. ഇത് നമ്മുടെ പുസ്തകത്തിൽ ഒരു ചെറിയ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതർ ദാൻ പെട്രോൾ ഡീസൽ, പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ ന്യൂമറസ് ബൈ പ്രൊഡക്ട്സ് ആർ ഓൾസോ ഒബ്റ്റൈൻഡ് ഫ്രം പെട്രോളിയം സച്ച് ആസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ആർട്ടിഫിഷ്യൽ റബ്ബർ, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്, വാസലിൻ. അതായത് കൃത്രിമ രാസവളങ്ങൾ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ആർട്ടിഫിഷ്യൽ റബ്ബർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ഉണ്ട്, വാസലിൻ. ഇതൊക്കെയാണ് പെട്രോളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പോലും ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടോ. അപ്പം മൈക്കയല്ലേ അതിനകത്ത് പെടാത്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ആർ ദി ഫോളോയിങ് അയൺ ഓർ മൈൻസ് ലൊക്കേറ്റഡ്? താഴെ കൊടുത്തിരിക്കുന്ന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്? 2 ഇരുമ്പയിര് ഖനന മേഖലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഹം അതേപോലെ സുന്ദർഗഡും. ഈ 2 ഏത് സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്? പ്രധാനമായും 5 ഇരുമ്പയിര് ഖനന മേഖലകളുണ്ട്. 5 സംസ്ഥാനങ്ങളിലുണ്ട് ഇരുമ്പയിര് ഖനന മേഖലകൾ. അത് എല്ലാം നമ്മൾ പഠിക്കണം. ഈ 2 പഠിച്ചാൽ പോരാ. സിംഹം ജാർഖണ്ഡിലാണ് ഇരുമ്പയിര് ഖനനം മൈനിങ് ചെയ്യുന്ന സ്ഥലം. ജാർഖണ്ഡിലാണ് സിംഹം എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം അറിയപ്പെടുന്നത് ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ്. അതേപോലെ സുന്ദർഗഡ് ഒഡീഷയിലാണ്. ഇത് കൂടാതെ
പ്രധാനമായിട്ട് ഇത് നമ്മൾ ഈ രണ്ടെണ്ണം മാത്രം പഠിച്ചാൽ പോരാ. ഇത് 5 സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒന്ന് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ ഒഡീഷയാണ്. അടുത്ത സിംഹം ദുർഗ് എവിടെയാണ്? ജാർഖണ്ഡ്. സിംഹം ദുർഗ് ജാർഖണ്ഡ്, അത് ശ്രദ്ധിക്കുക. ഇനി ബെല്ലാരി, ചിക്കമംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ കർണാടക. അപ്പോൾ ഇതെല്ലാം നമുക്ക് കേട്ടിട്ടുള്ളതാണ്, നമുക്ക് വളരെ പരിചിതമായൊരു സ്ഥലമാണ് ബെല്ലാരിയും ചിക്കമംഗളൂരും ഷിമോഗയും ചിത്രദുർഗ. അതുകൊണ്ട് നമുക്കത് തെറ്റിയല്ല. പക്ഷേ ചിത്രദുർഗ എന്ന് ശ്രദ്ധിക്കണം, അതൊരു തവണ ചോദിച്ചതാണ്, കർണാടകയിലാണ്. അടുത്ത ഗോവ, മർമ്മഗോവ, അതേതായാലും ചോദിക്കുകയല്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. തമിഴ്നാട്ടിലെ സേലോ, നീലഗിരിയും. അപ്പോൾ ഇതിലെപ്പോഴും ചോദിക്കുന്ന ഈ രണ്ടെണ്ണം സുന്ദർഗഡും സിംഹവും. കാരണം ഇത് നമ്മൾ അടുത്ത സംസ്ഥാനങ്ങളല്ല, അതുകൊണ്ട് ഈ സ്ഥലം നമുക്ക് അത്ര പരിചിതമല്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ ഒഡീഷ, സിംഹം ദുർഗ് അത് ജാർഖണ്ഡാണ്. ബെല്ലാരി, ചിക്കമംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ് കർണാടക, മർമ്മഗോവ ഗോവ, സേലം, നീലഗിരി തമിഴ്നാട്. ഇത് പ്രധാന ഖനന മേഖലകളാണ്, മൈനിങ് സെൻറ്റേഴ്സാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ മെറ്റാലിക് മിനറൽ? നൽകിയിട്ടുള്ളവയിൽ ലോഹധാതുക്കളിൽ പെടുന്നവ ഏത്? ലോഹധാതുക്കൾ അലോഹധാതുക്കളും ഉണ്ട്. ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട്. ഇവിടെ നോൺ മെറ്റാലിക് മിനറലിൽ, അതായത് അലോഹധാതുക്കളിൽ പെടുന്നവ ഏതാണെന്നാണ്. അയണോറാണോ, മൈക്കയാണോ, മാഗ്നീസ് ആണോ, ബോക്സൈറ്റ് ആണോ? നമുക്കറിയാം അയണോറൊക്കെ ലോഹമാണ്, മാഗ്നീസ് ലോഹമാണ്, ബോക്സൈറ്റ് ലോഹമാണ്. അപ്പം ഏതായിരിക്കും പെടുന്ന ഇതിൽ അലോഹത്തിൽ പെടുന്നത്? യാതൊരു സംശയമില്ല, അഫ്രമായിരിക്കും. അഫ്രമാണ് ഉത്തരം. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് ഈ പാരഗ്രാഫ് നിങ്ങൾ നോക്കുക. ഇവിടെ മെറ്റാലിക് മിനറൽസ്, ലോഹധാതുക്കൾ. മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ലോഹധാതുക്കൾ. ഈ ലോഹധാതുക്കളിൽ പെടുന്ന ഏതൊക്കെയാണെന്ന് നോക്കുക. ഇത് രണ്ടും പഠിച്ചാൽ മതി, അയണോറും മാഗ്നീസും. ഇത് രണ്ടിന് ഇരുമ്പിൻ്റെ അംശമുണ്ട്, ഫെറസ് മെറ്റൽസ് ആണ്, ഇരുമ്പിൻ്റെ അംശമുണ്ട്. അതേപോലെ ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളുണ്ട്, ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്. ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്, അയണോറ്, മാഗ്നീസ്. അപ്പോൾ 6 എണ്ണം ഉണ്ട്. നമ്മൾ മെറ്റാലിക് മിനറൽസ് ലോഹധാതുക്കളുടെ 6 എണ്ണത്തിൻ്റെ പേര് നിങ്ങൾ എഴുതി വെക്കണം. അയണോറ്, മാഗ്നീസ്, ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്. ഇനി അലോഹധാതുക്കളിൽ 3 എണ്ണം ഉള്ളൂ, കോളും പെട്രോളിയവും മൈക്കയും. കോളെന്ന് പറയുന്നത് അതൊരു ധാതു ഇന്ധനമാണ്, ധാതു ഇന്ധനത്തിൽ പെടുന്നതാണ്. അലോഹധാതുക്കളിലെ ധാതു ഇന്ധനത്തിൽ പെടുന്ന കൽക്കരിയും പെട്രോളിയവും. അലോഹധാതുക്കളിലെ മറ്റു ധാതുക്കളിൽ പെടുന്നതാണ് അഫ്രം. അപ്പോൾ ഇവിടെ അലോഹധാതുക്കളിൽ 3 എണ്ണം, കൽക്കരിയും പെട്രോളിയം, അഫ്രവും, അതായത് കോളോ, പെട്രോളിയം, മൈക്ക. അതേപോലെ ലോഹധാതുക്കളിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഒന്ന് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്, പിന്നെ ഇരുമ്പയിര്, മാംഗനീസ്. ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്, അയണോറ്, മാംഗനീസ്. അത് കൃത്യമായിട്ടും എഴുതിയെടുത്ത് പഠിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇത് ലാർജസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം, ലാർജസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഇത് പലരും തെറ്റിക്കാറുണ്ട്. ആഗ്രോ ബേസ് എന്നാണെന്ന് കണ്ട് കോട്ടൺ ഇൻഡസ്ട്രി ഒക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ചോദ്യം കണ്ട് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതാം. മിനറൽ ബേസ്ഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഓർ ഓഫ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ അയിരെന്ന് പറയുന്നത് നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നതാണ്, ബോക്സൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാവുന്നതാണ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അടുത്ത അലുമിനിയത്തിൻ്റെ അയിര് മാത്രം നോക്കിയാൽ പോരാ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട, പക്ഷേ ഇത്രയും വലിയൊരു കണ്ടന്റ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിൽ 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഇത് കൊണ്ടുവന്നതാണ്. കോപ്പർ എന്ന് പറയുന്നത് കണ്ടക്ടർ ഇൻ ഇലക്ട്രിക്കൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കണ്ടക്ടർ, കോപ്പർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്. കോപ്പർ കണ്ടക്ടർ, കോപ്പർ കണ്ടക്ടർ. ഇനി ശ്രദ്ധിക്കേണ്ടത് മൈക്കയാണ്. മൈക്കയുടെ ഒരു പ്രത്യേകത കണ്ടക്ടർ അല്ല, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലെ കണ്ടക്ടർ അല്ല, പിന്നെ ഇൻസുലേറ്ററാണ്. അപ്പോൾ മൈക്ക ഇൻസുലേറ്റർ, കോപ്പർ കണ്ടക്ടർ. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മൈക്ക ഇൻസുലേറ്ററാണ്, കോപ്പർ കണ്ടക്ടറാണ്. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ചാലകമായി ഉപയോഗിക്കുന്നത് ചെമ്പ്, അതേപോലെ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് മൈക്ക. വൈദ്യുതോപകരണ വ്യവസായശാലകളിൽ ഇൻസുലേറ്റർ അഫ്രം മൈക്ക അല്ലെങ്കിൽ അഫ്രം, അതേപോലെ തന്നെ ചാലകമായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്പ്. ഈ 2 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക, അത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇവിടെ ഒരു 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഇത് നമ്മൾ പഠിച്ചതാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്? ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജാംഷഡ്പൂർ. നമ്മൾ ടിസ്കോ എന്ന് പറഞ്ഞ് കണ്ടതാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാംഷഡ്പൂരിലാണ്. വേർ ഇസ് ഇറ്റ് സിറ്റുവേറ്റഡ്?
അതേപോലെ ഇൻ വിച്ച് പാർട്സ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആർ ദി ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ സിറ്റുവേറ്റഡ്? നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ ആദ്യത്തെ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല വന്നിരുന്നു. അത് എവിടേക്കാണ്? 3 സ്ഥലത്താണ്: കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ. ഇത് നമ്മൾ കണ്ടതാണ്, വീണ്ടും റിവിഷനായിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. വിച്ച് ഈസ് എ ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ സൗത്ത് ഇന്ത്യ? ഇത് നമ്മൾ കണ്ടതാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അതാണ്. വിശ്വേശ്വരി അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. അത് ശ്രദ്ധിക്കുക. VISL. അതിൻ്റെ മലയാളം ചോദ്യമുണ്ട്, ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെ? അത് എന്താണ്? ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാംഷഡ്പൂരാണ്. ആദ്യ പൊതുമേഖല ഇരുമ്പുരുക്ക് സംരംഭമായ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ? കുൾട്ടി, ബരാൺപൂർ, ബോൺപൂർ എന്ന് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹിരാപൂർ. ശ്രദ്ധിക്കുക. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല കർണാടക. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല കർണാടക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ. ഇത് നമ്മൾ ഇത്രയും പഠിച്ചപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ജാറിയ, നെയ്വേലി, കൂടംകുളം, ദിഗ്ബോയ്. നമുക്കറിയാം ഇത് ആണവോർജവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ലിഗ്നൈറ്റ്, പെട്രോളിയം, കോള്, ന്യൂക്ലിയർ പവർ ഉണ്ട്. നമുക്കറിയാം ജാറിയ ഏതാണ്? ജാറിയാണ് ഏറ്റവും കൂടുതൽ കോൾ, അതായത് കൽക്കരിപ്പാടം ഉള്ളത് ജാറിയാണ്. നെയ്വേലിയിൽ താഴ്ന്നര ലിഗ്നൈറ്റ് ഉള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ. കൂടംകുളം ഏതാണ്? കൂടംകുളം ന്യൂക്ലിയർ പവറാണ്, ആണവോർജ പദ്ധതി ഉള്ളതാണ്. ദിഗ്ബോയ് ഏതാണ്? പെട്രോളിയമാണ്. അപ്പോൾ ഈ 4 വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട, നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻസുകൾ ഒന്നുകൂടെ. ജാറിയ ഏതാണ്? കൽക്കരിപ്പാടം. നെയ്വേലി ലിഗ്നൈറ്റ്. കൂടംകുളം ആണവോർജം, അതായത് ദിഗ്ബോയ് പെട്രോളിയം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്? ഇത് പറയുമ്പോൾ നമുക്ക് മറ്റ് 2 നമ്മുടെ റാബിയും സെയ്ദും പഠിക്കേണ്ടതുണ്ട്. എന്താണ്? ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: ഖാരിഫ്, റാബി, സെയ്ദ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ, ഓരോന്ന് കൃഷി ചെയ്യുന്ന കാലങ്ങളെ 3ആയിട്ട്. അതിൽ ഖാരിഫ് വിളകളിൽ പെടുന്നത് ഏതൊക്കെ? വീറ്റാണോ, പൾസസ് ആണോ, മെയ്സ് ആണോ? ഏതാണ്? മെയ്സ് ആണ്. നമുക്കിത് മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് അടുത്ത ഇതിൻ്റെ ഒരു ടേബിൾ നോക്കാം. അതിലെന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയാം. ഇതാണ് 3 ക്രോപ്പിംഗ് സീസണാണുള്ളത്, 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സയ്ദ്. ഇതിൽ ഖാരിഫിൻ്റെ ഇത് കൃത്യമായിട്ട് ഇതാണ് പഠിക്കേണ്ടത്. മേജർ ക്രോപ്സ് നമുക്കറിയാം. നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ, അതായത് ജൂൺ മാസത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് ക്രിസ്മസ് പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഇത് വിളവെടുക്കും. എൻഡ് ഓഫ് മൺസൂൺ, അതായത് മൺസൂൺ നമുക്കറിയാം ഇടവപ്പാതി എല്ലാം കഴിഞ്ഞ് തുലാം മഴ കഴിയുമ്പോഴാണ് ഇത് കൊയ്യുന്നത്, നവംബറിൽ. അതായത് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഖാരിഫിൻ്റെ ഈ വിളകളാണ് പഠിക്കേണ്ടത്. റൈസ്, മെയ്സ്, മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ തിനവിളകൾ, അതായത് ചെറിയ വിളകളുണ്ട്, ചെറിയ ധാന്യങ്ങൾ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, ഗ്രൗണ്ട് നട്ട്. ഈ പേരുകൾ കാണാണ്ട് പഠിക്കണം. ഇത് ഖാരിഫ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഡുകൾ വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലതല്ലേ, മറന്നു പോകും. റൈസ്, മെയ്സ്, മില്ലറ്റ്സ്, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, ഗ്രൗണ്ട് നട്ട്. ഇനി റാബിയുടെ നോക്കുക. റാബി വീറ്റ്, ടുബാക്കോ, മസ്റ്റാർഡ്, പൾസസ്, അതായത് ഗോതമ്പ്, നിലക്കടല, പുകയില, പയർവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ഏതിൽ വരുന്നത്? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഇത് റാബിയിൽ വരുന്നു. അടുത്ത നോക്കുക സയ്ദിൽ ഏതാ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പഴങ്ങളും പച്ചക്കറികളും വരുന്നത് ഏതിലാ? പഴങ്ങളും പച്ചക്കറികളും സയ്ദിലാണ്. അപ്പോൾ അത് നോക്കുക. ഒരെണ്ണം ജൂണിൽ തുടങ്ങി നവംബറിൽ അവസാനിച്ചു, പിന്നെ നവംബറിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്നു, മാർച്ചിൽ തുടങ്ങി ജൂണിൽ അവസാനിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകമായിട്ട് ഇതിൻ്റെ കാലയളവ്, ഇത് പ്രത്യേകമായിട്ട് ഈ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇതിൻ്റെ പേരുകൾ ഓർത്തിരിക്കണം, അതാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ദ ജോഗ്രഫിക്കൽ ഫാക്ടർ വിച്ച് ഈസ് നോട്ട് ഫേവറബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് റബ്ബർ. ഇത് 2017 NDSCക്ക് വന്നതാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമിശാസ്ത്ര ഘടകം. റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത, നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട വിളയാണ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ബിറ്റ്വീൻ 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 35 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില. ക്ലേയ് സോയിൽ ഇതാണോ? കളിമണ്ണാണോ റബ്ബർ കൃഷിക്ക് അനുയോജ്യം? റെയിൻഫാൾ അബവ് 150 സെൻറ്റിമീറ്റർ. റെയിൻഫാൾ അബവ് 150 സെൻറ്റിമീറ്റർ, അതായത് 150 സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ള മഴ ലഭ്യത നമ്മുടെ നാട്ടിൽ അതുണ്ട്. ലാൻഡ് ഫ്രീ ഫ്രം വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടി നിൽക്കാത്ത ഭൂപ്രദേശമായിരിക്കണം. അതെ, കണ്ടത്തിലൊന്നും പറ്റിയല്ലോ.
അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമുക്കറിയാം, ഏതായിരിക്കും ഇതിനകത്ത് ഒഴിവാകേണ്ട കേസ്? കളിമണ്ണ് ഉള്ള സ്ഥലത്ത് റബ്ബർ കൃഷി പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ക്ലേ സോയിൽ, കളിമണ്ണാണ് ഇതിൽ ശരിയായ ഓപ്ഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, റബ്ബർ കൾട്ടിവേഷന് 25 ഡിഗ്രി സെൽഷ്യസ് വേണം. അതേപോലെ റെയിൻഫാൾ എത്രയാണ്? 150 സെൻറ്റിമീറ്റർ മഴ വേണം. ഈ രണ്ട് കാര്യങ്ങൾ, 150 സെൻറ്റിമീറ്ററിലധികം മഴ വേണം. അതേപോലെ ഇതിന് വേണ്ട മണ്ണ്, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ലാറ്ററൈറ്റ് സോയിലാണ് ഇതിനാവശ്യമായ മണ്ണ്. മറ്റ് കൃഷികൾക്കൊന്നും വേണ്ടാത്ത മണ്ണാണിത്. ലാറ്ററൈറ്റ് സോയിലാണ് ഏറ്റവും അനുയോജ്യമായ മണ്ണ് റബ്ബർ കൃഷിക്ക്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇത് NDSC 2016 ചോദിച്ച ചോദ്യമാണ്. ദ ഇൻഡസ്ട്രീസ് വിച്ച് സപ്ലൈ ദർ പ്രൊഡക്ട്സ് ആസ് റോ മെറ്റീരിയൽസ് ഫോർ അതർ ഇൻഡസ്ട്രീസ് ആസ് കോൾഡ് ആസ്. അതായത് മറ്റു വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് പ്രദാനം ചെയ്യുന്ന വ്യവസായങ്ങളെ വിളിക്കുന്ന പേര്. മറ്റു വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കാർഷിക മേഖലയിൽ നിന്നായിരിക്കുമല്ലോ. എല്ലാത്തിൻ്റെയും തുടക്കം കാർഷിക മേഖലയാണല്ലോ. അപ്പോൾ ഏതായിരിക്കും? കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രീസ് ആണോ? ഉപഭോക്തൃ വ്യവസായങ്ങളാണോ? ബേസിക് ഇൻഡസ്ട്രീസ് ആണോ? അടിസ്ഥാന വ്യവസായങ്ങളാണോ? ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് ആണോ? പാദമുക്ത വ്യവസായങ്ങളാണോ? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണോ? ഏതായിരിക്കാം? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസാണ്. മറ്റ് വ്യവസായങ്ങൾക്ക് ആവശ്യം അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിച്ച് പ്രദാനം ചെയ്യുന്ന വ്യവസായങ്ങളെ വിളിക്കുന്നവരാണ് ഇവിടെ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇത് ഇൻഡസ്ട്രീസ് വിച്ച് സപ്ലൈ ദർ പ്രൊഡക്ട്സ് ആസ് റോ മെറ്റീരിയൽസ് ഫോർ അതർ ഇൻഡസ്ട്രീസ് ആർ കോൾഡ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അവിടെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയും. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ? താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? റബ്ബർ, കോട്ടൺ ടെക്സ്റ്റൈൽസ്, പരുത്തി തുണി, ഷുഗർ, പഞ്ചസാര, ജൂട്ട്, ചണം. നമ്മൾ നേരത്തെ കണ്ടു. ലാർജസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്, അയൺ ആൻഡ് സ്റ്റീൽ. എന്നാൽ ഇവിടെ ഇവിടെ ചോദിച്ചേക്കുന്നത് ഏതാണ്? ലാർജസ്റ്റ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഇരുമ്പുരുക്ക് വ്യവസായശാലയാകുമ്പോൾ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആകുമ്പോൾ, ഇവിടെ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആകുമ്പോൾ ഏതാണ്? ആഗ്രോ ബേസ്ഡ് കോട്ടൺ ആണ്. അത് രണ്ട് തെറ്റരുത്. മിനറൽ ബേസ് യോജിച്ചിട്ടുണ്ടെങ്കിൽ അയൺ ആൻഡ് സ്റ്റീലും, ആഗ്രോ ബേസ്ഡ് യോജിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് അഥവാ പരുത്തി തുണി വ്യവസായമാണ്. പരുത്തി തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ഇത് ചോദ്യത്തിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ റബ്ബറിൻ്റെ ടെമ്പറേച്ചറും ആനുവൽ റെയിൻഫാളൊക്കെ കണ്ടു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതാണ്ട് 7 എണ്ണത്തിൻ്റെ ടെമ്പറേച്ചറും ആനുവൽ റെയിൻഫാൾ, വാർഷിക വർഷപാതവും. അപ്പോൾ താപനിലയും വാർഷിക വർഷപാതവും വിളകളുടെ അതിൽ ചിലതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടായില്ല, അത് ചിലതിന് ആനുവൽ റെയിൻഫാൾ വാർഷിക വർഷപാതം ഉണ്ടായില്ല. നമുക്ക് നെല്ലിൻ്റെ 24 ഡിഗ്രി സെൽഷ്യസ് ആണ്, 150 സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം വേണം. വീറ്റിനെ നോക്കുക, 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില, 75 സെൻറ്റിമീറ്റർ മഴ മതി. വീറ്റിന് അത്രയും വലിയ മഴയൊന്നും വേണ്ട. ജൂട്ടിൻ്റെ അത് ടെമ്പറേച്ചർ പറഞ്ഞിട്ടില്ല, അത് നല്ല വേനൽക്കാലത്ത് 150 സെൻറ്റിമീറ്റർ മഴ കിട്ടിയിരിക്കണം. മെയ്സിന് 75 സെൻറ്റിമീറ്റർ മഴ കിട്ടിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ കോട്ടൺ നോക്കുക, 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. തേയില 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ. എന്നാൽ 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിച്ചിരിക്കണം തേയിലയ്ക്ക്. ആസാമിലൊക്കെ പ്രധാന കേന്ദ്രം. ആസാമും കേരളവും കർണാടകയാണ് തേയിലയുടെ പ്രധാന കേന്ദ്രം. റബ്ബറിന് 25 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉണ്ടായിരിക്കണം. അതേപോലെ 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ഇതിന് ചിലപ്പോൾ സോയിലുകൾ ചോദിക്കാറുണ്ട്. സോയിൽ റബ്ബറിന് ലാറ്ററൈറ്റ് സോയിലാണ്, റൈസിന് നമുക്കറിയാം അലൂവിയൽ സോയിലാണ്. റൈസിനും പ്രധാനമായും വീറ്റിനൊക്കെ റൈസിനും ഒക്കെ അലൂവിയൽ സോയിലാണ്. ഇത് മാത്രം റബ്ബറിൻ്റെ മാത്രം ശ്രദ്ധിക്കുക, ലാറ്ററൈറ്റ് സോയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ഇതിൽ നിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. വലിയൊരു ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 NDSC 2018 ചോദിച്ച ചോദ്യമാണ്. ദ ടേം അറേബിക്ക ഇൻഡിക്കേറ്റ്സ്. അറബിക്ക എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? അറബിക്ക ദ ക്രോപ്പ് സീസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഒരു കാർഷിക കാലത്തെയാണോ? എ ടൈപ്പ് ഓഫ് ടീ കൾട്ടിവേറ്റഡ് ഇൻ കേരള, കേരളത്തിൽ കൃഷി ചെയ്യുന്ന തേയില ഇനത്തെക്കുറിച്ചാണോ? എ ടൈപ്പ് ഓഫ് റൈസ് സീഡ്സ്, ഒരിനം നെൽവിത്തിനെ കുറിച്ചാണോ? ഹൈ ക്വാളിറ്റി കോഫി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ, ഹൈ ക്വാളിറ്റി കോഫി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിയ കാപ്പിക്കുരുവിനെ കുറിച്ചാണോ ഇത് പറയുന്നത്? ഏതാണ്? ഹൈ ക്വാളിറ്റി കോഫി പ്രൊഡ്യൂസർ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിയ കാപ്പിക്കുരുവാണ് എന്ത്? അറബിക്ക. നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് നൽകിയിട്ടുണ്ട് ഇവിടെ നോക്ക്. അതിനു മുമ്പ് ഒരു കാര്യം, ഇന്ത്യ സ്റ്റാൻഡ് 6th ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് കോഫി. കാപ്പിയുടെ നിർമ്മാണത്തിൽ ഇന്ത്യ ലോകത്ത് 6ാം സ്ഥാനത്താണ് ഉൽപ്പാദനത്തിൽ. ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വേറൊന്നും നോക്കണ്ട. ഇത് എവിടെയൊക്കെയാണ്? പ്രധാനമായിട്ട് കർണാടകയും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് കാപ്പി
കൃഷി നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത് അടുത്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അറബിക്ക വിച്ച് മെയിൻലി പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി കോഫി സീഡ് നെയിംലി. മുന്തിയിനം കാപ്പിക്കുരുവിൻ്റെ പേര് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക മുന്തിയിനം അറബിക്കയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് ഇത് 2/3 ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ഫ്രം കർണാടക. കാപ്പി ഉൽപ്പാദനം കൂടുതലും എവിടെയാണ് നടക്കുന്നത്? 2/3 കാപ്പി ഉൽപ്പാദനം നടക്കുന്ന കർണാടക. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 25 ഇതിപ്പം പറഞ്ഞതാണ്. 2/3 ഓഫ് ദി ടോട്ടൽ കോഫി പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഈസ് ഫ്രം. ഇന്ത്യയിൽ ആകെ കാപ്പി ഉൽപ്പാദനത്തിൻ്റെ 2/3 ഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കർണാടക. വേറെ ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കർണാടക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26 ദി ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തേയില ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണോ, കർണാടകയാണോ, ആസാമാണോ, ഉത്തർപ്രദേശാണോ? യാതൊരു സംശയമില്ല, ഏതാണ്? ആസാമാണ്. ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിന് മുന്നിട്ട് നിൽക്കുന്നത് ആസാമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് വാട്ടർവേസ് ഈസ് കൺസിഡേർഡ് ആസ് നാഷണൽ വാട്ടർവേസ്. ഇനി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗ്ഗങ്ങളിലൊന്നാണ് ജലപാത, ദേശീയ ജലപാത, നാഷണൽ വാട്ടർവേസ്. അപ്പോൾ നൽകിയിട്ടുള്ളതിൽ ഏത് ജലപാതയാണ് ദേശീയ ജലപാത 1 കണക്കാക്കിയിരിക്കുന്നത്? അപ്പം ഞാൻ ഈ ചോദ്യം മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ, ഇതിൻ്റെ ഓപ്ഷൻ ഒന്നും വായിക്കുന്നില്ല. നാഷണൽ വാട്ടർവേസ് 1 എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ ഇത് നാഷണൽ വാട്ടർവേസ് 1 ഈ ഒരെണ്ണം മാത്രം പഠിച്ചാൽ പോരാ, 5 വാട്ടർവേസ് ഉണ്ട്. അതായത് നാഷണൽ വാട്ടർവേസ്, നാഷണൽ NW വാട്ടർവേസ്, NW1 ആണ്. NW1 പഠിക്കണം, NW2 പഠിക്കണം, NW3 പഠിക്കണം, NW4 പഠിക്കണം, NW5 പഠിക്കണം. അതായത് ദേശീയ ജലപാത 1, ദേശീയ നാഷണൽ വാട്ടർവേസ്, ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5. അത് എവിടം മുതൽ എവിടം വരെ? അതിൽ കേരളത്തിലൂടെയുള്ള ഒരു ദേശീയ ജലപാതയുണ്ട്. നമ്മൾ നാഷണൽ ഹൈവേ എന്നൊക്കെ പറയുന്ന പോലെ വാട്ടർവേസിന് എന്താണ് ഇവിടെ? നാഷണൽ വാട്ടർവേസ് NW എന്നാണ്. നാഷണൽ ഹൈവേക്ക് NH എന്നാണ് പറയുന്നത്. ഇവിടെ അത് ആ 5 പഠിക്കണം. ഈ ചോദ്യം അവിടെ കിടക്കട്ടെ. NW1 ഇവിടെ എത്രയാണെന്നാണ്, ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് ചോദിച്ചേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കുക, ഇതേ ചോദ്യം തന്നെ NW2 ചോദിച്ചിട്ടുണ്ട്. നോക്കുക, ഇതാ ഇവിടെ വിച്ച് വാട്ടർവേ ഇൻ ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് എ നാഷണൽ വാട്ടർവേ 2. അപ്പോൾ NW2 ചോദിച്ചേക്കുന്നു. നോക്കുക, അപ്പോൾ ഓരോ വർഷവും ഓരോന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ദേശീയ ജലപാത 2 ഏതാണെന്നുള്ളത്. നമുക്ക് 5 നോക്കണം, 5 പഠിച്ചിരിക്കണം. അപ്പോൾ അത് നമുക്ക് സൂചന നൽകുന്ന ഈ 5 പഠിക്കേണ്ടതാണ്. ആദ്യം NW1 നാഷണൽ വാട്ടർവേ, ദേശീയ ജലപാത. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അലഹബാദ് ടു ഹാൽഡിയ. NW1 അലഹബാദ് ടു ഹാൽഡിയ. NW2 ഏതാണ്? സാദിയ ടു ധൂബ്രി, NW2 സാദിയ ടു ധൂബ്രി. ഇനി NW3 ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ സംസ്ഥാനത്തൂടെയുള്ള വാട്ടർവേ ആണ് NW3. SLC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. NW3 കൊല്ലം ടു കോട്ടപ്പുറം. അടുത്ത NW4 കാക്കിനാട ടു പുതുച്ചേരി, NW4 കാക്കിനാട ടു പുതുച്ചേരി. NW5 ബ്രാഹ്മണി മഹാനദി. അപ്പോൾ ബ്രാഹ്മണി ടു മഹാനദി, NW5. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മലയാളത്തിൻ്റെ നോട്ടുകൊണ്ട് ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, അലഹബാദ് ടു ഹാൽഡിയ. അടുത്ത ദേശീയ ജലപാത 2 ശ്രദ്ധിക്കുക, സദിയ മുതൽ ധൂബ്രി വരെ, അടുത്ത ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് ഇവിടെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. അതാണ് പഠിക്കേണ്ടത്, കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. അപ്പോൾ അടുത്ത ദേശീയ ജലപാത 5 ബ്രഹ്മണി മുതൽ മഹാനദി ഡെൽറ്റ നദി വരെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും പ്രതീക്ഷിക്കാതാണ്. 2-3 വർഷം തുടർച്ചയായിട്ട് ചോദിച്ചതാണ്. അടുത്തത് നോക്കുക, ക്ലാസിഫൈ ദി ഫോളോയിങ് റിസോഴ്സസ് സ്യൂട്ടബിളി. ഇത് NDSC 2018 ചോദിച്ച ചോദ്യമാണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് റിസോഴ്സ് സ്യൂട്ടബിളി. ചുവടെ ചേർത്തിട്ടുള്ള വിഭവങ്ങളെ ഉചിതമായി തരംതിരിക്കുക. ഇവിടെ 4 വിഭവങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് വിൻഡാണ്, അതായത് കാറ്റ്, മെറ്റൽസ് ലോഹങ്ങൾ, ഫ്യൂവൽസ് ഇന്ധനങ്ങൾ, വനം. ഇതിനെ 2ആയിട്ട് തരംതിരിക്കണം. നമ്മുടെ പുസ്തകത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നവയും പുനഃസ്ഥാപിക്കപ്പെടാത്തതുമായുള്ള വിഭവങ്ങളുണ്ട്. റിന്യൂവബിളും നോൺ റിന്യൂവബിളും റിസോഴ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ. ചില ഊർജ്ജങ്ങളൊക്കെ ഉണ്ട് പുനഃസ്ഥാപിക്കാൻ പറ്റിയല്ല, അത് പിന്നെ തീർന്നുകൊണ്ടിരിക്കും, പിന്നെ ഒരിക്കലും അതിന് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. എന്നാൽ ചിലത് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ 2 കാറ്റഗറിയെ തിരിക്കാനാണ് പറഞ്ഞത്. ഇവിടുത്തെ ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട. നമുക്ക് ഇതിൽ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നു, പുനഃസ്ഥാപിക്കാൻ പറ്റിയല്ലാത്തത് ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
അത് നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഇതാ റിന്യൂവബിൾ റിസോഴ്സസ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഇതൊന്ന് നോക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ്? സോളാർ എനർജി, അതായത് സൗരോർജ്ജം, വിൻഡ് എനർജി, അത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഇതൊക്കെ പുനഃസ്ഥാപിക്കാം, വീണ്ടും വീണ്ടും നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന. ഹൈഡ്രോ എനർജി, വൈദ്യുതോർജ്ജം, ടൈഡൽ എനർജി, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, അതുപോലെ ജിയോ തെർമൽ എനർജി, ഭൗമതാപ ഊർജ്ജം. ഭൗമതാപ ഊർജ്ജത്തിന് ഏറ്റവും ഉദാഹരണം നമ്മൾ ഹിമാചൽ പ്രദേശിലെ മണികരൺ ഇപ്പോൾ കണ്ടതാണ്, അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ ബയോമാസ് എനർജി, പലർക്കും സംശയമുണ്ട്. ഈ ബയോമാസ് എനർജി എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന എനർജിയാണ്. അതായത് ഇപ്പോൾ വിറക്, അത് വനത്തിൽ നിന്നോ, ഇവിടെ ചോദിച്ചായിരുന്നു വിറക് എന്താണെന്ന് അപ്പുറത്ത്. അപ്പോൾ വിറക് എന്താ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ബയോമാസ് എനർജിയുമായി ബന്ധപ്പെട്ടാണ്, ഫോറസ്റ്റ് റിസോഴ്സുമായി ബന്ധപ്പെട്ടാണ് ബയോമാസ് ഊർജ്ജം. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് കൃത്യമായിട്ട് നോക്കുക. ഓയിൽ, എണ്ണകൾ, ഇതൊന്നും പുനഃസ്ഥാപിക്കുക, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നു. അതുപോലെ നാച്ചുറൽ ഗ്യാസ്, അത് ഒരിക്കലും നോൺ റിന്യൂവബിൾ ആണ്, പുനഃസ്ഥാപിക്കാൻ പറ്റിയല്ല. അതുപോലെ ന്യൂക്ലിയർ എനർജി, ആണവോർജ്ജം, ഇതൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, പഠിക്കണം. ഇതിൽ നിന്ന് ഒരു ഉദാഹരണം, ഇത് ഏതൊക്കെയാണ് നോൺ റിന്യൂവബിൾ ആണോ റിന്യൂവബിൾ ആണോ എന്നുള്ള ചോദ്യങ്ങൾ വരും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 30, NTSC 2016 ചോദിച്ച ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ. ഇത് തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ്. തുറമുഖങ്ങൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. മലബാർ തീരം, വടക്കൻ സർക്കാർ, അതേപോലെ കോറമാണ്ടൽ കോസ്റ്റ്, കോറമാണ്ടൽ തീരത്താണോ, കൊങ്കൺ കോസ്റ്റ്, കൊങ്കൺ തീരത്താണോ. പ്രധാനമായും നമുക്ക് പടിഞ്ഞാറുള്ള 2 തീരങ്ങളുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് 2-3 തീരങ്ങളുണ്ട്. മലബാർ തീരവും, ഇവിടെ നൽകിയിരിക്കുന്നതിൽ മലബാർ തീരവും, അതുപോലെ തന്നെ കൊങ്കൺ തീരമാണ് പിന്നെ പ്രധാനമായും പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. പടിഞ്ഞാറ് ഇതിൽ നോക്കുക, മലബാർ തീരത്തിന് ഏറ്റവും വലിയ ഉദാഹരണം മലബാർ ഏതാണ്? മലബാർ തീരം എന്ന് പറയുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടാണ്, കൊച്ചിയാണ്. ഇനി കൊങ്കൺ തീരവും പടിഞ്ഞാറുള്ളതാണ്, അത് സ്വാഭാവികമായിട്ടും മുംബൈ തന്നെയാണ്, അതിന് നേരെ തന്നെ, അതിന് വേറെ മറ്റില്ല. ഇനി കിഴക്ക് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന്, ഇത് ആദ്യം പറഞ്ഞത് 2 അറബിക്കടലിനോട് ചേർന്നുള്ളതാണ്. 2 തീരപ്രദേശമാണുള്ളത്. വെസ്റ്റിലും ഈസ്റ്റിലും തീരപ്രദേശങ്ങളുണ്ട്. അതിനെ പലതായിട്ട് തരംതിരിച്ചേക്കുന്നതാണ്. ഇനി ഈസ്റ്റിലെ കാര്യങ്ങൾ, കിഴക്കുള്ള കാര്യങ്ങൾ, കിഴക്ക് 2 തീരങ്ങളുണ്ട്. ഒന്ന് നോർത്ത് സിർക്കാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആന്ധ്രാപ്രദേശ് കഴിഞ്ഞിട്ട് ഒഡീഷയും പശ്ചിമ ബംഗാളൊക്കെ പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നോർത്ത് സിർക്കാർ എന്ന് പറഞ്ഞാൽ പാരദ്വീപാണ്, പാരദ്വീപ്. ഇനി കോറമാണ്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കോറമാണ്ടൽ ട്രെയിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അത് ചെന്നൈ ആണ്, തമിഴ്നാട് തീരങ്ങൾ കൂടി പോകുന്നത് ചെന്നൈ. അപ്പോൾ ഇത് നമുക്ക് 4 കിട്ടി. മലബാർ തീരം എന്ന് പറയുന്നത്, മലബാർ തീരം കൊച്ചി, വടക്കൻ സിർക്കാർ എന്ന് പറയുന്നത് വടക്കൻ സിർക്കാർ, അത് ഒഡീഷ പാരദ്വീപ്, കോറമാണ്ടൽ തീരം എന്ന് പറയുന്നത് ചെന്നൈ തമിഴ്നാട്, കൊങ്കൺ തീരം ഇത് തന്നെ മുംബൈ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിരിക്കണം. അത് നമ്മൾ അതിൻ്റെ തൊട്ടുമുമ്പത്തെ 7ാമത്തെ ജോഗ്രഫിയുടെ പാഠത്തിലും ഈ തീരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മലബാർ തീരം കൊച്ചി, അത് നോർത്ത് സിർക്കാർ പാരദ്വീപ്, കോറമാണ്ടൽ തീരം ചെന്നൈ, അതേപോലെ കൊങ്കൺ തീരം മുംബൈ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് ആർ ദ കോർപ്പറേഷൻ ദാറ്റ് ഹാൻഡിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്ന കോർപ്പറേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്ന കോർപ്പറേഷൻ ഇന്ത്യൻ എയർലൈൻസ് ആണ്. ഇത് പഠിക്കുക, ഒരു തവണ വന്നിട്ടുണ്ട്. ഇന്ത്യ ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്നത്. എങ്കിൽ ആഭ്യന്തര വിമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടത്തുന്ന വിമാന സർവീസ്, അത് ഇന്ത്യൻ എയർലൈൻസ് ആണ്. എന്നാൽ പുറത്തേക്ക് വിദേശത്തേക്കുള്ള വിമാന സർവീസോ ഇൻ്റർനാഷണൽ സർവീസോ വിദേശ വിമാന സർവീസ് ആരാണ് നടക്കുന്നത്? എയർ ഇന്ത്യ. വിദേശ വിമാന സർവീസ് എയർ ഇന്ത്യ, വിദേശം ഇൻ്റർനാഷണൽ എയർ ഇന്ത്യയും, ആഭ്യന്തരം ഇന്ത്യൻ എയർലൈൻസ്. അപ്പോൾ ഇന്ത്യ എന്ന് ആദ്യം വരുന്നത് ഇന്ത്യക്കുള്ളിലുള്ള ഇന്ത്യൻ എയർലൈൻസ്, പിന്നെ എയറിലൂടെ വിദേശത്തേക്ക് എയർ ഇന്ത്യ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. അടുത്തത് നോക്കുക, അടുത്ത ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 32. വിച്ച് വാസ് ദി ഫസ്റ്റ് റെയിൽ റൂട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ, അത് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മുംബൈ താനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട്. അത് ആരംഭിച്ചത് 1853. അത് ശ്രദ്ധിക്കുക, 1853. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് ഈസ് എ മോസ്റ്റ് കൺവീനിയൻറ്റ് മീൻസ് ടു ട്രാൻസ്പോർട്ട് കാർഗോ ഓൺ എ ലാർജ് സ്കെയിൽ? വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യ മാർഗം. മോസ്റ്റ് കൺവീനിയൻറ്റ് മീൻസ് ടു ട്രാൻസ്പോർട്ട് കാർഗോ ഓൺ എ ലാർജ് സ്കെയിൽ. നമുക്കറിയാം, ജലഗതാഗതം, വാട്ടർ വേസ് ഉണ്ട്, അതേപോലെ റോഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും, അതുപോലെ റെയിൽവേ ഉണ്ട്. ഇതിലുള്ളതിൽ ഏറ്റവും ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച മാർഗം എന്നുള്ളത് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ടാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34 പോർട്ടുമായി ബന്ധപ്പെട്ടാണ്, തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നോക്കുക, എ മേജർ
ക്ലോസ് ടു മുംബൈ പോർട്ട്. മുംബൈ തുറമുഖത്തോടെ ഏറ്റവും അടുത്തുള്ള തുറമുഖം ഏതാണെന്നാണ് നേവാഷേവ. ഇത് രണ്ട് മഹാരാഷ്ട്രയുടെ സൈഡിലാണ്. നേവാഷേവ, മുംബൈയും നേവാഷേവ അടുത്തടുത്താണ്. അടുത്ത മേജർ പോർട്ട് ഇൻ കേരളത്തിലെ പ്രധാന പോർട്ട് ഏതാ? കൊച്ചി. പോർട്ട് വിച്ച് ഈസ് ഈ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ള പോർട്ട് ഏതാ? തുറമുഖം ഏതാ? ട്യൂട്ടിക്കോറിനാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ളത്. അതുപോലെ മേജർ പോർട്ടിന് ആന്ധ്രാപ്രദേശിലുള്ള തുറമുഖം ഏതാണ്? വിശാഖപട്ടണം. അതിൻ്റെ മലയാളം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. മുംബൈ തുറമുഖത്തിന് ഏറ്റവും അടുത്തതായി മറ്റൊരു പ്രധാന തുറമുഖം നേവാഷേവ. അതേപോലെ കേരളത്തിലെ പ്രധാന തുറമുഖം കൊച്ചി. ഇന്ത്യയുടെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖം തൂത്തുക്കുടി. ആന്ധ്രാപ്രദേശിലെ പ്രധാന തുറമുഖം വിശാഖപട്ടണം. ഇപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്ന വിശാലമായ എല്ലാ നോട്ട്സുകളും ഇപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരവെഴുതാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ചാനൽ എന്ന് പറയുന്നത് SLC കുട്ടികൾക്ക് അതേപോലെ പല വിവിധ സ്കോളർഷിപ്പുകൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. ഈ ചാനൽ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് നൽകുക. ഓക്കെ, താങ്ക് യു.